എൻ്റെ പേര് ഭാഗ്യ സുശാന്ത് ബാബു. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ആദ്യമായിട്ട് 2022 ഒക്ടോബർ മാസം 24-നാണ് ഞാനും എൻ്റെ അമ്മയും കൂടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാനും അമ്മയും കൂടെ ഇവിടെ വരുന്നത്. അപ്പം അന്നിവിടെ വന്ന സമയത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അതുവഴി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളതായിട്ടുള്ള ഒരു 5-6 അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഇടതുവശത്തെ ബ്രസ്റ്റിൽ ഒരു മുഴ കാണപ്പെട്ടു. അമ്മ കുളിക്കുകയായിരുന്നു, അപ്പോഴായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഞാനൊരു നേഴ്സും കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ളൊരു ടെൻഷനും ഭയവും എനിക്കും ഉണ്ടായി. എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മാമോഗ്രാം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അമ്മയും ഞാനും കൂടെ മനസ്സറിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ മാമോഗ്രാം മിഷനിൽ വരെ ഞങ്ങളത് തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ മാമോഗ്രാമിൻ്റെ റിസൾട്ട് വന്നു. അതിലേകദേശം ഒരു 3.5 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഡോക്ടർ പറഞ്ഞു നമുക്കിതൊരു സർജറി ചെയ്ത് നോക്കേണ്ടി വരും, കാരണം അത് ബയോപ്സിക്ക് അയക്കേണ്ടതുണ്ട്, അതിലെന്തെങ്കിലും തരത്തിലുള്ള ട്യൂമറോ അല്ലെങ്കിൽ ക്യാൻസർ ഗ്രോത്തോ ഉണ്ടോ എന്ന് അറിയണമെന്ന് പറഞ്ഞു. പൊതുവേ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര പേടിയാണ് എൻ്റെ അമ്മയ്ക്ക്. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ആ റൂമിൽ നിന്ന് തന്നെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. സർജറി വേണമെന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ സർജറി വേണ്ട എന്ന് പറയണേന്ന് അമ്മ മാതാവിനോട് അപ്പം തന്നെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് നോക്കാം, ഒരു 3 മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ഈ ഒരു ട്യൂമർ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് ഇതിൽ കൂടുതൽ വളരുന്നുണ്ടെങ്കിൽ നമുക്കതൊരു സർജറി എടുക്കാമെന്ന് പറഞ്ഞു. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പം മുതൽ അമ്മ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി കാശുരൂപവും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ, തൈലം, തേന് എല്ലാം ആ ഭാഗത്ത് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആ 3 മാസത്തിനുള്ളിൽ തന്നെ ആ ഗ്രോത്ത് 3.5 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ആ ഗ്രോത്ത് അത് ചുരുങ്ങി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് അത് അപ്രതീക്ഷിതമായിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് അതുവഴി കിട്ടിയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടായി. ഏകദേശം ഒരു 2 വർഷം മുന്നെയാണ് ഇതുണ്ടായത്. ബ്ലീഡിങ് ആയി. അന്നും ഇതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു DNC ചെയ്ത് നോക്കാം, ബയോപ്സിക്ക് എടുത്ത് വിടാമെന്ന് പറഞ്ഞു. അതിനു മുന്നേ USG സ്കാൻ എടുത്തു. അപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ ഏകദേശം മോർ ദാൻ 12 സെൻറ്റിമീറ്റർ കൂടുതലായിരുന്നു അവിടെ തടുപ്പ് കാണപ്പെട്ടത്. അപ്പം ഒരു 8 സെൻറ്റിമീറ്ററിൽ കൂടുതൽ അവിടെ ഒരു തടുപ്പുണ്ടെങ്കിൽ അതും ഇതുപോലൊരു ക്യാൻസറിനുള്ള സാധ്യതകൾ കൂടുതൽ കാണാം. അപ്പം അതിൻ്റെ പേരിൽ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്കൊരു ഇത് ചെയ്ത് നോക്കാം. ആ ബയോപ്സി റിപ്പോർട്ടും അത്ഭുതം എന്ന് പറയട്ടെ അതും നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള ക്യാൻസറിൻ്റെതായിട്ടുള്ള കോശങ്ങളോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നും ഇതുപോലെ തന്നെ ഈ തേനും അടിവയറ്റിൽ നമ്മൾ ഇവിടെ കിട്ടുന്ന നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് അമ്മ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയന് അഡ്മിഷൻ്റെ കാര്യമായിരുന്നു. അനിയന് നോട്ടിക്കൽ സയൻസ് BSc നോട്ടിക്കൽ സയൻസിന് വേണ്ടിയിട്ട് മറൈൻ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ അഡ്മിഷൻ എവിടെ നോക്കുമ്പോഴും അവന് വളരെ ദൂരദേശത്തൊക്കെയാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഫാമിലിക്ക് അവനൊരു ദൂരേക്ക് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഞാനും അമ്മയും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ക്ലാസ് തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ വേണ്ടാന്ന് പറഞ്ഞ കോളേജിൽ നിന്ന് തന്നെ, ഈ അടുത്ത നിയർ ബൈ കോളേജിൽ നിന്ന് തന്നെ അവനെ തിരിച്ചു വിളിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണെന്ന് ആദ്യമേ പറഞ്ഞു നിങ്ങളടുത്ത്. അപ്പം പുറത്തേക്ക് പോകാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും. 4 വർഷമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു നേഴ്സിനെയും പോലെയും പുറത്ത് പോകണമെന്ന്. പല കാരണങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം, അതെപ്പോഴും തട്ടിമുട്ടി നിൽക്കും. ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവും, എൻ്റെ ലെറ്ററുകളെല്ലാം വരും, പക്ഷെ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് നിന്നു പോവും. വളരെ ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ വിസയും ടിക്കറ്റും ആയിട്ടാണ്. ഞാൻ ഈ മാസം 26-ന് ഞാൻ പോവുകയാണ്. രാവിലെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. മാതാവ് തിരുക്കുമാരനും മാതാവും തന്നിട്ടുള്ള അനുഗ്രഹമാണെന്ന് ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ആദ്യമൊന്നും
മാതാവിനെക്കുറിച്ച് അത്ര ഒരു വിശ്വാസം കാര്യങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയാണ് കൂടുതൽ എന്നെ മാതാവിലേക്ക് അടുപ്പിച്ചത്. ഇപ്പം എന്ത് കാര്യത്തിനും, ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യമാണെങ്കിലും ആദ്യം മാതാവിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിച്ച് മാതാവിനോട് കുരിശ് വരച്ചിട്ടേ ഞങ്ങൾ തുടങ്ങാറുള്ളൂ. എവിടെ പോവാണെങ്കിലും ഉടമ്പടി കാശുരൂപം കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് ശക്തിയായ അലർജി രോഗത്തിൻ്റെ അടിമയായിരുന്നു. നമ്മൾ കോവിഡ് സമയത്ത് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ ആ കോവിഡ് സമയം കഴിഞ്ഞിട്ടും ഏകദേശം 2-3 വർഷത്തോളം മാസ്ക് വെച്ചിട്ടാണ് നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂക്കിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ഒരു വാട്ടർ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, മൂക്കിൽ കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒക്കെ എപ്പോഴും എൻ്റെ അമ്മേൻ്റെ കയ്യിൽ തോർത്തായിരിക്കും, കാരണം മൂക്കിൽ കൂടെ ഈ വെള്ളം തുടച്ച് കളയണം. അങ്ങനെ ഞാൻ ഏകദേശം കേരളത്തിലെ ഒരുപാട് ഡോക്ടേഴ്സിനെ, പ്രമുഖരായിട്ടുള്ള കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ദിവസം 2-3 മരുന്നുകളൊക്കെ വെച്ച് കഴിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി അമ്മ പുതുക്കി കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്പം എൻ്റെ അമ്മ ഒരു മരുന്നും കഴിക്കുന്നില്ല. അങ്ങനത്തെ അലർജി രോഗമേ എൻ്റെ അമ്മയ്ക്കില്ല. അതൊക്കെ പാടെ മാതാവ് എടുത്തു മാറ്റി. അപ്പം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും. അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരാണെങ്കിലും അത് നടത്തി തരുന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യമാണ്. എൻ്റെ ഫാമിലിക്കും അത്രമാത്രം ഇപ്പോൾ വിശ്വാസമാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മെഡിക്കൽ കോളേജുകളും അതുപോലെ പല പല ആശുപത്രികളൊക്കെ കയറി ഇറങ്ങി രോഗി സന്ദർശനം നടത്താറുണ്ട്. അവരുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ഭക്ഷണവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാറുണ്ട് ഞങ്ങളാൽ കഴിയുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം, ഓരോ പത്രം എടുത്ത് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി അത് വീടുകൾ തോറും ബസ് സ്റ്റാൻഡിലും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ കൊടുത്തു തീർക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സങ്കീർത്തനം 17:6-8 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങനെക്ക് ഉത്തരമരുളും. അങ്ങ് ചെവിചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഈ അമ്മയും മകളും പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച 2-3 രോഗസൗഖ്യങ്ങളെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒടുവിൽ മകൾ പറഞ്ഞത്, കോവിഡിന് ശേഷം മാസ്ക് മാറ്റുവാനാവാത്ത വിധം തുടർച്ചയായി ഉണ്ടായിരുന്ന ജലദോഷവും ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ട് സൗഖ്യം കിട്ടാതെ വിഷമിച്ച കാലയളവും ഒടുവിൽ അവളുടെ ഉള്ളിൽ തന്നെ വന്ന, സഹോദരിയുടെ ഉള്ളിൽ തന്നെ വന്ന വലിയൊരു നീരസം, ഞാൻ വേദവചനത്തിലെ സമരിയക്കാരിയെ പോലെ വിജാതീയ ആയതുകൊണ്ടാണോ എനിക്ക് സൗഖ്യം ലഭിക്കാത്തത് എന്ന ഒരു ഉള്ളിൽ വന്നൊരു സംശയവും ആശങ്കയും, അത് എത്ര വലിയ സാക്ഷ്യമായിട്ടാണ് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് ഇന്നു മുതൽ മരുന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു, തൈലം ഉപയോഗിച്ച് നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഞാനിത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും സൗഖ്യം നേടുന്നതും എത്ര വൈകാരികമായി മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. പ്രിയമുള്ളവരെ, പ്രത്യേകമാംവിധം അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ ലഭിക്കുന്നത്, സാന്നിധ്യം അനുഭവിക്കുന്നത്, ഓരോ തടസ്സങ്ങളും വേഗം മാറിപ്പോകുന്നത്, ആദ്യം കണ്ട ഒരു മുഴ അത് വളരെ വേഗത്തിൽ സൗഖ്യമായി തീരുന്നത്, ഓരോന്നും അമ്മ മാതാവിൽ ശിശുസഹജമായ നൈർമല്യത്തോടുകൂടി പ്രാർത്ഥനാ നിയോഗമായി വയ്ക്കുകയും സംശയമില്ലാതെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും പൂർണ്ണമായി സൗഖ്യവും ആരോഗ്യവും നൽകുവാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് കുടുംബത്തിൽ ലഭിച്ച ഓരോ അനുഗ്രഹവുമെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങളെ വഴിയൊരുക്കി കൊടുത്തതും എത്ര സന്തോഷത്തോടു കൂടിയാണ് സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, എത്ര ഗുരുതരമായതാവട്ടെ, എത്ര കലുഷിതമായതാവട്ടെ, അമ്മയുടെ സന്നിധിയിൽ ശിശുസഹജമായ മനസ്സോടുകൂടി കൊടുക്കുവാൻ അമ്മ മാതാവിൻ്റെ അരികിൽ അമ്മയ്ക്കിത് സാധിക്കും, തിരുക്കുമാരന് പറഞ്ഞ് എനിക്ക് വേണ്ടി നേടിത്തരുവാനാകുമെന്ന വലിയ ബോധ്യത്തോടു കൂടി നൽകുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാക്കി അമ്മ മാറ്റിത്തരും. അവിടെ മാനുഷികമായി അസാധ്യമെന്ന് കരുതുന്നത്
മരുന്നിന് സുഖപ്പെടുത്തുവാനാവുന്നില്ല എന്ന് നാം വിശ്വസിക്കുന്നത്, അത് ദൈവകൃപ കൊണ്ട് സൗഖ്യത്തിലേക്ക് മാറ്റുവാൻ അമ്മയ്ക്ക് സാധിക്കും. അതാണ് ഈ ആലയത്തിൽ ഓരോ ദിനവും അനവധി പേർ വന്ന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ പൊരുളും. നമുക്കതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം ദൈവപിതാവിന് സമർപ്പിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ച് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.